എന്താല്ലേ ഇന്നലത്തെ മാച്ച് അഗെയിൻ ഒരു സൂപ്പർ ഓവറിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. കാരണം അത്രയും എക്സൈറ്റ്മെന്റ്, അത്രയും ത്രില്ല് മൊമെന്റ് എല്ലാം കിട്ടിയ ഒരു മാച്ച് ആയിരുന്നു ശരിക്കും. MI വേഴ്സസ് RCB. ഓൾറെഡി ഒരു മാച്ച് CSK വേഴ്സസ് LSG ഗംഭീരായിരുന്നു. അതും ഏകദേശം ഒരു ലാസ്റ്റ് ഓവറിലോട്ട് പോയിട്ട് അറ്റ്ലീസ്റ്റ് 4 ബോൾ ബാക്കി നിൽക്കുകയാണ് കളി ജയിച്ചെങ്കിൽ, ഇത് ലാസ്റ്റ് ബോൾ വരെ മാച്ച് ഉണ്ടായിരുന്നു. സർവം സർവം ഭൂമിമയം അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഭുവനേശ്വർ കുമാർ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങിയ ഒരു മാച്ച്. അതായത് ബൗളിങ്ങിൽ നമുക്ക് ഓൾറെഡി അറിയാലോ, ഇന്നലെയും തകർത്തു വാരിയായിരുന്നു. പ്രത്യേകിച്ച് 4 ഓവറിൽ 23 റൺസിന് 4 വിക്കറ്റ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വിക്കറ്റുകളും എടുത്തത് ആൾ തന്നെയാണ്. മാച്ച് വിന്നേഴ്സ് ആവാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിന്റെ വിക്കറ്റ്, പ്രത്യേകിച്ച് നമ്മളെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ, അതുപോലെ റിക്കൽട്ടൺ ടൺ കണക്കിന് അടിക്കുന്ന ആളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിലക് വർമ്മ മാച്ച് വിന്നറാണ്. ഈവൻ സൂര്യകുമാർ യാദവ് ഇപ്പൊ ഫോമിലല്ലെങ്കിലും ആളും ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആളുടെ പ്ലേ എന്താണെന്നുള്ളത്. ഈ 4 പേരുടെ വിക്കറ്റ് ഒരാൾ എടുക്കുക, അത് കൂടാണ്ട് മാച്ച് അത്രയും പ്രഷറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് എൻഡിൽ ഒരു വിക്കറ്റ് പോയതിനു ശേഷം, പ്രത്യേകിച്ച് 8ാമത്തെ വിക്കറ്റ് പോയതിനു ശേഷം വന്നിട്ട് ക്രീസിൽ നിൽക്കുമ്പോഴും ആ ഒരു ബോളറിനെ ഡയറക്റ്റ് 6 അടി ജയിക്കൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജയിപ്പിക്കുന്ന രീതിയിലോട്ട് എത്തിച്ച ആ ഒരു ഷോട്ട്, ഒരു നോക്ക് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഷോട്ട്, ഒറ്റ ഷോട്ടിൽ കളി മൊത്തം മാറി. അവസാനം നമ്മളെ റസീക്ക് അവർ അത്രയും അടുത്തിട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ആ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിൽ ഗംഭീരമായിട്ട് ഓടിയിട്ട് അവർ രണ്ട് റൺസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ബോളിൽ 2 റൺ, അങ്ങനെയുള്ള ഒരു മാച്ച് ഒന്നും അവിടെ ആ രണ്ടുപേരുടെയും ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത രീതി ഭയങ്കര രസമായിരുന്നു. ഇവൻ ബാവ ആണെങ്കിൽ ബോൾ ചെയ്ത സമയത്താണെങ്കിലും ഒരുപാട് വൈഡൊക്കെ കൊടുത്തിട്ട് ഏകദേശം കുറച്ചൊന്ന് സഹായിച്ചു കൊടുത്തു വേണമെന്ന് പറയാം RCBനെ. കാരണം എല്ലാന്നുണ്ടെങ്കിൽ കളി ഒന്ന് ചിലപ്പോൾ MIയുടെ ഭാഗത്തോട്ട് എത്തിയേനെ എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ആ 1-2 ഏകദേശം 3-4 വൈഡ്, അതിൻ്റെ ഒരു നോ ബോൾ അങ്ങനെയൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും ആ കളീനെ മൊത്തത്തിൽ മാറ്റി എന്ന് പറയാം. ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കളി മൊത്തത്തിൽ അവിടെ നിന്നാണ് മാറി എന്ന് പറയാം. ആക്ച്വലി ആ ഒരു വിന്നിംഗ് മൊമെന്റിൽ നമ്മൾ പറയുമ്പോൾ ഭുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറും കൂടിയാണ്. ബാറ്റിംഗിൽ ആ ഒരു ചേസിങ് സമയത്ത് ബാറ്റേഴ്സ് എല്ലാം ഫെയിൽ ആയ സമയത്ത് ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു പ്രഷറും ഇല്ലാണ്ട് അടിച്ച് വീശി കളിച്ച, ബാറ്റൊക്കെ നല്ല രീതിയിൽ വീശിയിട്ട് എല്ലാം കിട്ടുന്നതൊക്കെ 6ഉം 4ഒക്കെ അടിച്ച് പൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു കൃണാൽ പാണ്ഡ്യ. ആൾക്ക് ക്രാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, വീണ് കിടന്ന്, അതായത് നമ്മളറിയില്ലേ ഈ യുദ്ധഭൂമിയിൽ എത്ര വെടിയുണ്ടകൾ കൊണ്ടാലും അല്ലെങ്കിൽ എത്ര അമ്പ് കൊണ്ടാലും ആള് പിന്നെയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പറയില്ലേ, അങ്ങനത്തെ ഒരു പ്ലേ ആയിരുന്നു ശരിക്കും ഇന്നലെ കൃണാൽ പാണ്ഡ്യ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അടിക്കുന്നുണ്ടായിരുന്നു, അത് കിട്ടുന്ന ബോളൊക്കെ എങ്ങനെയെങ്കിലും അടിച്ച് ആ ടീമിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് പൊള്ളിയായിട്ട്, അതായത് ആ ഒരു കോൺഫിഡന്റിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പ്ലേ ആയിരുന്നു ശരിക്കും കൃണാൽ പാണ്ഡ്യയുടെ. 46 ബോളിൽ 73 റൺസ് എടുത്തത്, 4 4ഉം 5 6 ആയിരുന്നു ആളുടെ ഒരു നോക്കിൽ ഉണ്ടായിരുന്നത്. കിഡിലൻ കളി, അതായത് ഈ ഒരു മാച്ചിന് ഇങ്ങനെ ജയിപ്പിക്കുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കളിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃണാൽ പാണ്ഡ്യ. ഫസ്റ്റ് ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 166 റൺസിലോട്ട് എത്താൻ പറ്റുള്ളൂ. കാരണം തുടക്കത്തിൽ തന്നെ റിക്കൽട്ടൺ ഔട്ടായി നമ്മളെ ഭുവിയുടെ ബോൾ. അത് കഴിഞ്ഞ് നമ്മുടെ രോഹിത് ശർമ്മ ഒന്ന് വെടിക്കെട്ട് തുടങ്ങി ഒരു സമയം എത്തുമ്പോഴേക്ക് തന്നെ ആൾ അധികം നേരം ആ ഒരു ലോങ് ഇന്നിംഗ്സിലോട്ട് പോകാത്തതുകൊണ്ട് തന്നെ അവിടെ അഗെയിൻ ഒരു ബ്ലോക്ക് വന്നു ശരിക്ക് മുംബൈ ഇന്ത്യൻസിന് ആ ഒരു സ്കോർ അങ്ങോട്ട് നീട്ടാൻ വേണ്ടിയിട്ട്. 10 ബോൾ 22 റൺസാണ് എടുത്തത്, 2 4 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊരു ആ ഒരു ഹിറ്റ്മാൻ്റെ ആ ഒരു ഷോ കുറച്ചുകൂടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയൊരു സ്കോറിലോട്ട് എത്തിയേനെ. പക്ഷെ അവിടെ തടഞ്ഞത് നമ്മളെ ഭുവി തന്നെയാണ്. അത് കഴിഞ്ഞു നമ്മളെ സ്കൈ ക്യാപ്റ്റനും അധികം നേരം നിന്നില്ല, അടുത്ത ബോളിൽ തന്നെ പോയതുകൊണ്ട് ഡക്കിൽ തന്നെയാണ് ഇന്നലെ പോയത്. ഏകദേശം 28 റൺസിന് 3 വിക്കറ്റ് പോയ ആ ഒരു സ്റ്റേജിൽ നിന്ന് 4ാമത്തെ വിക്കറ്റ് പോയത് 110 റൺസ് എത്തിയപ്പോഴാണ്. അപ്പൊ അത്രയും പേരെ പിടിച്ചു നിന്നാൽ ശരിക്കും നമൻതീറും തിലക് വർമ്മയുടെ ആ ഒരു നോക്കാണ്, അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ്. അവർ അടിക്കേണ്ട സമയത്തൊക്കെ അടിച്ചും അതുപോലെ തന്നെ ആങ്കർ ഇന്നിംഗ്സ് കളിക്കേണ്ട രീതിയിൽ കളിച്ചും രണ്ടും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്ലേ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് മുംബൈ ഇന്ത്യൻസിൽ ഭയങ്കര എന്തോ കുറച്ച് മാച്ചസ് ആയിട്ട് കാണുന്ന സമയത്ത് ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നമൻതീറിന്. എല്ലാ മാച്ചിലും ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എൻ്റെ അത് മാത്രമല്ല, ആളെപ്പോഴും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും അത് കളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ബാറ്റ്സ്മാൻ ആണ് ശരിക്കും നമൻതീർ. നല്ലൊരു പ്ലെയർ. ഇന്നലെയും 32 ബോളിൽ 47 റൺസാണ് ആൾ എടുത്തത്, 5 4ഉം 2 6 ഉണ്ടായിരുന്നു. അതാണ് ആളുടെ ഒരു പ്ലെയർ. അതായത് വെറുതെ ആങ്കർ ഇന്നിംഗ്സ് കളിച്ച് മുട്ടി നിൽക്കാൻ മാത്രമല്ല, അടിക്കേണ്ട സ്ഥലത്ത് അടിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്ക് റേറ്റിൽ ആളെപ്പോഴും സ്കോർ കൊണ്ടുപോകുകയും ചെയ്യും. റൺ റേറ്റ് അധികം കുറക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇന്നലെ MIയുടെ ഭാഗത്ത് നിന്ന് ഒരു 50 ഉണ്ടായിരുന്നുള്ള തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്നാണ് 42 ബോളിൽ 57 റൺസാണ് എടുത്തത്. 3 4ഉം 2 6 ആണ് ആൾ അടിച്ചത്. അതായത് ആ ഒരു സമയത്ത്, പ്രഷറുള്ള സമയത്ത് ഇവർ രണ്ടുപേരും കളിച്ചത് കൊണ്ടാണ് ശരിക്കും ടീമിന്റെ ടോട്ടൽ അറ്റ്ലീസ്റ്റ് 166 എത്തിയത്. തിലക് വർമ്മ കൂടി ഔട്ടായതോടുകൂടി പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള സ്കോർ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെങ്ങനെയൊക്കെയോ ആ ഒരു 166 എന്നുള്ള സ്കോറിലോട്ട് എത്തി. ബോളിംഗിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഭുവി പൊളിയായിരുന്നു. 4 ഓവറിൽ 23 റൺസ് എടുത്ത് 4 വിക്കറ്റ്. അതുപോലെ തന്നെ ഹേസൽവുഡ് 4 ഓവറിൽ 33 റൺസ് എടുത്ത് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. റൊമാരിയോ ഷെപ്പേർഡ് 3 ഓവറിൽ 18 റൺസ് എടുത്ത് 1 വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ റസിക് സലാം അടിപൊളിയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നമൻതീറിനെയാണ് ആൾ ഔട്ടാക്കിയത്. 4 ഓവറിൽ 42 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സുയാഷ് ശർമ്മയ്ക്ക് അത്യാവശ്യം ഇന്നലെ അടി കിട്ടി, 2 ഓവറിൽ 21, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കൃണാൽ പാണ്ഡ്യ എന്നത്തെയും പോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു എക്കണോമി റേറ്റിൽ ബോൾ ചെയ്തു. 3 ഓവറിൽ 26 റൺസ് കൊടുത്തിട്ട് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആളുടെ ബോളിംഗ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു. ചേസിംഗ് ഇറങ്ങിയ RCBക്ക് അത്ര നല്ല സമയമായിരുന്നില്ല കേട്ടോ. വേഗം തന്നെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ കിങ് കോഹ്ലി അഗെയിൻ ഡക്കിൽ തന്നെ പോയി. അപ്പോൾ ആ ഒരു റൺസ് പോകുന്നുണ്ടായിരുന്നു. അതായത് ആദ്യം ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അടിക്കുന്നതിന്റെ കൂടെ തന്നെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടിദാർ ഔട്ടായ സമയത്ത് 39ൽ 3 വിക്കറ്റ് എന്നുള്ളൊരു സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ
ഇന്നലത്തെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള കൃണാൽ പാണ്ഡ്യ ഇറങ്ങിയത്. ഓപ്പണിംഗിൽ ഇറങ്ങിയ ബെത്തൽ ഇന്നലെ വേഗം ഔട്ടായില്ല. പക്ഷെ ആളുടെ കളി ഭയങ്കര സ്ലോ ആയിരുന്നു, ഭയങ്കര മെല്ലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 6ഉം 4 ആളുടെ ബാറ്റിൽ നിന്ന് അധികം പോകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ശരി കൃണാൽ പാണ്ഡ്യ അടിച്ച് ഏകദേശം ഒരാൾ ആങ്കർ ഇന്നിംഗ്സും ഒരാൾ അടിച്ച് കളിച്ചൊരു 94 വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയായിരുന്നു. അവിടെയാണ് ബേത്തൽ ഔട്ടാവുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ജിതേഷ് ശർമ്മ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൃണാൽ പാണ്ഡ്യക്ക്. 12 ബോളിൽ 18 റൺസാണ് എടുത്തത്, ഒരു 4 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ജിതേഷ് ശർമ്മ ഔട്ടായതിനു ശേഷം ടിം ഡേവിഡ് വന്നിട്ടോ. ടിം ഡേവിഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയപ്പോൾ കളി ഒന്ന് കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് RCB എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞും കൃണാൽ പാണ്ഡ്യ ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ 149 റൺസിൽ എത്തിയപ്പോഴാണ് ശരിക്കും നമ്മളെ കൃണാൽ പാണ്ഡ്യ ഔട്ടാവുന്നത്. ശരിക്കും അതിന് മുന്നേ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു ക്യാച്ച് ബൗണ്ടറി ലൈനിൽ നിന്ന് പിടിച്ച സമയത്ത് നമ്മുടെ തിലക് വർമ്മക്ക് കൊടുത്തപ്പോൾ അത് ക്യാച്ച് മിസ്സായത്. ആ ഒരു ക്യാച്ച് മിസ്സായതിന്റെ വില ശരിക്കും ഇന്നലെ മുംബൈ ഇന്ത്യൻസ് കൊടുക്കേണ്ടിയും വന്നു. കാരണം അതിനുശേഷമായിരുന്നു പിന്നെയും ഒരു 2 6 ആയിട്ടും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃണാൽ പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്ന്. അവസാന ഓവറിലോട്ട് മാച്ച് എത്തിയ സമയത്ത് ശരിക്ക് പെട്ടൊരവസ്ഥയായിരുന്നു. കാരണം കഴിഞ്ഞൊരു മാച്ചിന്റെ അകത്ത് അതേപോലത്തെ റിപ്ലിക്ക മാച്ചായിരുന്നു ഇന്നലത്തതും. കാരണം റൊമാരിയോ ഷെപ്പേർഡാണ് അവിടെ ബാറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാച്ചിൽ റൊമാരിയോ ഷെപ്പേർഡിന് അടിക്കാൻ പറ്റാണ്ട് കളി തോക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തിയ സമയത്താണ് എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മോഡിലായിരുന്നു. പ്രത്യേകിച്ച് ഭാവയാണ് ബോൾ ചെയ്യുന്നത്. ഭാവ ബോൾ ചെയ്തപ്പോൾ ഫസ്റ്റത്തെ വൈഡും നോബോളൊക്കെ കൊടുത്തിട്ട് ഒന്ന് പ്രഷർ റിലീസ് ചെയ്തു അവിടെ ശരിക്കും RCBയുടെ ക്യാമ്പിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഷെപ്പേർഡും കൂടി ഔട്ടായപ്പോൾ ഇനി എന്തായിരിക്കും ഭുവനേശ്വർ കുമാർ നമുക്കൊരു ഹോപ്പൊക്കെ ഉണ്ട് ഭുവനേശ്വർ കുമാർ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുള്ളത്. പക്ഷെ ആ ഒരു ഹോപ്പിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഭുവനേശ്വർ കുമാർ അടിക്കുകയും ചെയ്തത്. ഒരു 6 അടിച്ചിട്ട് കളി മൊത്തത്തിൽ RCBയുടെ കയ്യിലോട്ട് എത്തിക്കുക. RCBയുടെ ഭുവിനെ പറയുമ്പോൾ ഇന്നലെ എടുത്തു പറയേണ്ട ഒരു ബോളറാണ് മുംബൈ ഇന്ത്യൻസിന്റെ കോർബിൻ ബോഷ്. 4 ഓവറിൽ 26 റൺസ് കൊടുത്തിട്ട് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ഓവർ മെയ്ഡിനെ കയറിഞ്ഞിട്ടോ. ആളെടുത്ത വിക്കറ്റുകളും അടിപൊളിയാട്ടോ. പാട്ടിദാർ ഉണ്ട്, ടിം ഡേവിഡ് ഉണ്ട്, ജിതേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ബേത്തൽ ഉണ്ട്. അപ്പോൾ ആ ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റുകളും കൂടിയാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു ബോളറാണ് ദീപക് ചാഹർ. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 വിക്കറ്റും വിലപ്പെട്ട വിക്കറ്റുകളാണ്. ദേവദത്ത് പടിക്കലും അതുപോലെ തന്നെ സാക്ഷാൽ കിങ് കോഹ്ലിയുടെ വിക്കറ്റ്. യുസൻഫർ എന്നത്തെയും പോലെ 3 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ബോളേഴ്സ് ഒക്കെ ബോൾ ചെയ്തെങ്കിലും വിക്കറ്റ് ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നത്തെയും പോലെ തന്നെ എക്കണോമിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്പ്രീത് ബുംറ. 4 ഓവറിൽ 20 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. RCB ആ ഒരു മാച്ച് ജയിച്ചതോടുകൂടി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ഈ വർഷവും ഏകദേശം അതേ രീതിയിലുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കുന്നില്ല കളി. ആരെങ്കിലൊക്കെ ആയിട്ട് വന്ന് കളിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ചില മാച്ചസിൽ ദേവദത്ത് പടിക്കൽ കളിക്കുകയാണെങ്കിൽ ചില മാച്ചസിൽ കിങ് കോഹ്ലി കളിക്കും, ചില മാച്ചസിൽ ഇവരാരും കളിച്ചില്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യ കളിക്കും, അല്ലെങ്കിൽ രജത് പാട്ടിദാർ കളിക്കും. അതായത് ആരെങ്കിലൊക്കെ ഒന്നുമില്ലെങ്കിൽ ജിതേഷ് ശർമ്മ കളിക്കും. അതായത് ആരെങ്കിലൊക്കെ വന്നിട്ട് ടീമിൽ കളിച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ശരിക്കും. ഇവൻ ടിം ഡേവിഡ് അടക്കം ഉണ്ടല്ലോ. ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് RCB. ഇനി RCBനെ പൊട്ടിക്കാൻ നടന്ന കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലത്തെ മാച്ചോടുകൂടി മുംബൈ ഇന്ത്യൻസ് LSG രണ്ടുപേരും പുറത്തായിരിക്കുകയാണ്.